യോവേലിന്റെ പുസ്തകം 2-28 വാക്യത്തിലേക്ക് വരാം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടോ? ഉണ്ടെങ്കിൽ ബൈബിൾ തുറന്നാട്ടെ. ഫോണിലാണ് ബൈബിളെങ്കിലും തുറന്നാട്ടെ, എടുത്താട്ടെ. അതിൽ 2-28 വാക്യം വായിച്ച അതിനുശേഷമോ, എല്ലാവരും പറഞ്ഞ് തമിഴിൽ എന്താ എഴുതിയിരിക്കുന്നത്? അതற்கு പിമ്പ്, അതിനുശേഷമോ, അതിനുശേഷമോ എന്ന വാചകം എഴുതിയിരിക്കുന്നത് കൊണ്ട് അതിനു മുമ്പ് എന്തോ നടന്നതായോ പറഞ്ഞതായോ നമുക്ക് മനസ്സിലാക്കാനായി. அதற்கு பின்பு என்று அந்த இடத்தில் எழுதி இருப்பதால் அதற்கு முன்பாக ஏதோ நடந்திருக்கிறது, அப்படி இல்லை என்றால் ஏதோ சொல்லப்பட்டிருக்கிறது என்று நமக்கு புரிந்தது. അതിനുശേഷമോ എന്ന് പറഞ്ഞു തുടങ്ങുന്ന വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്: സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. நான் சகல மாம்சமான யாவர் மேலும் என்னுடைய ഒരു ഫാനും കൂടെ വെച്ച് ஆவியை ஊற்றுவேன் என்று சொல்லப்படுகிறது. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്നോട് കൂടെ சேர்ந்து இருக்கிறீர்களா? നമുക്ക് അന്ത്യകാലത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം. സകല ജഡത്തിനു മേലും ആത്മാവിനെ പകരും. இந்த கடைசி காலகட்டத்தில் எல்லாவர் மேலும் என்ன நடப்பது என்பது நமக்கு தெரியும். எல்லா மாம்சமான யாவர் மேலும் அவருடைய ஆவியை அவர் ஊற்றுவார். നമുക്ക് എല്ലാവർക്കും അറിയാം അന്ത്യകാലത്തിൽ സകല ജഡത്തിനു മേലും ആത്മാവിനെ പകരും. கடைசி காலத்தில் எல்லா மாம்சமான யாவர் மேலும் அவர் ஆவியை ஊற்றுவார் என்று நமக்கு தெரியும். അത് എല്ലാ സഭകളും പഠിപ്പിക്കുന്നുണ്ട്. அது எல்லா சபைகளிலும் அதை சொல்லிக் கொடுக்கிறார்கள். അന്ത്യകാലത്ത് സകല ജഡത്തിനു മേലും എൻ്റെ ആത്മാവിനെ പകരും. കടൈസി കാലഘട്ടത്തിൽ മാംസமான யாவர் மேலும் அவர் ആവിയെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. உங்களுடைய குமாரரும் குமாரத்திகளும் தீர்க்க தரிசனங்களை சொல்லுவார்கள். അത് നമ്മുടെ അകത്ത് ഇന്ന് രജിസ്റ്റർഡ് ആയിട്ടുണ്ട്. അത് നമ്മളുடைய ഉള്ളിൽ അത് മനപാഠமாக அப்படியே பதிந்து விட்டது. എല്ലാ യൗവനക്കാരും പ്രവചിക്കാം, സ്വപ്നങ്ങൾ കാണാം. ഇത് അന്ത്യകാല സഭയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. എല്ലാ വാലിபர்களும் സ്വപ്നங்களை കാൺபார்கள், தீர்க்க தரிசனங்களை சொல்வார்கள் என்பது எல்லாருக்கும் தெரிந்த விஷயமாக இருக்கிறது. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് അതിനു മുമ്പ് ചിലത് നടന്നിട്ടാണ് ഇത് സംഭവിക്കേണ്ടത്. ஆனால் இந்த இடத்தில் எழுதப்பட்டிருக்கிறது அதற்கு முன்பாக சில காரியங்கள் நடந்ததாக என்பதுதான் இந்த இடத்தில் நாம் வாசிக்கிறோம். എന്നാൽ നമ്മൾ അതിനു മുമ്പ് നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിവില്ലാത്തവരാണ്. ஆனால் நாம் அதற்கு முன்பாக என்ன காரியம் நடக்க போகிறது என்பதை பற்றி எந்த அறிவும் இல்லாதவர்களாக இருக்கிறோம். എന്താണ് അതിനു മുമ്പിൽ നടക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായാൽ ഇതിനകത്ത് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ നിവൃത്തിയാകുന്നത് കാണാൻ കഴിയും. எது நடக்க போகிறது என்பது நமக்கு புரிந்தது என்றால் இதற்கு முன்பாக தெய்வம் செய்ய போகிற எல்லா காரியங்களை பற்றியும் நமக்கு புரிய தொடங்கும். 2:18 വാക്യം. யோவேல் 2:18 അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിക്കും. அப்படி கர்த்தர் தனது தேசத்துக்காக வைராகியம் கொண்டு തീഷ്ണത കാണിക്കും. அவர் தமது ஜனத்திற்கு கடாட்சித்தார். ദൈവം ചിലത് തീഷ്ണമായി ചിലത് ചെയ്യാൻ പോകുകയാണ്. தெய்வம் சிலதை அவர் வைராகியத்தோடு கூட செய்ய போகிறார். ആ തീഷ്ണത ഉണ്ടാകുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നത് തന്റെ ജനത്തെ ആദരിക്കാൻ പോകുന്നു. அப்படி வைராகியம் கொண்டு அவர் கடாட்சிக்கும் பொழுது என்ன செய்ய போகிறார் என்றார், ഞാൻ ഒരാളെ തെരഞ്ഞെടുത്തു, நான் ஒருவரை தேர்ந்தெடுத்தேன், ഇവളോട് എനിക്ക് തീഷ്ണമായ സ്നേഹമുണ്ടെന്ന് വിചാരിക്കും. இந்த மகளோடு எனக்கு வைராகியத்தோடு கூட ஒரு அன்பு இருக்கிறது என்று நீங்கள் நினைத்துக் கொள்ளுங்கள். എങ്ങനെയാണ് ഇവളെ ഹോണർ ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. எப்படி இவளை நான் கனப்படுத்த வேண்டும் என்பதை நான் சிந்திப்பேன். അങ്ങനെ നമ്മളെ കുറിച്ച് ദൈവം ചിന്തിച്ചപ്പോൾ എഴുതിയ വാക്കുകളാണത്. அப்படி நம்மை பற்றி சிந்தித்த போது தெய்வம் எழுதின ஒரு வார்த்தை தான் இது. അതിൽ ഒരെണ്ണമാണ് തന്റെ ആത്മാവിനെ അവരുടെ മേൽ വെക്കുമെന്നുള്ളത്. அதில் ஒரு விஷயம் தான் தன்னுடைய ஆவியை நான் ஊற்றுவேன் என்பது. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ ദൈവം തരുന്ന തീഷ്ണതയിൽ നിന്നുള്ള ആത്മമാണ്. பரிசுத்த ஆவியினுடைய அந்த ஆவி என்பது தெய்வம் நம்மேல் கொண்டிருக்கக்கூடிய அந்த வைராகியத்தினுடைய கடாட்சிப்பு தான் அப்படியாக இருக்கிறது. അത്രത്തോളം ദൈവത്തിന് നിങ്ങളെ ആദരിക്കണം തോന്നിയപ്പോഴാണ് ദൈവം തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ വെക്കുവാനിടയായത്. அவ்வளவு அதிகமாக அவர் வைராகியம் கொண்டு உங்களுக்காக அவர் கடாட்சிக்க வேண்டும் என்பதற்காகத்தான் அந்த வசனத்தை அங்கே எழுதி இருக்கிறார். ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ വൈരാഗ്യത്തിൽ നിന്നുണ്ടായ ആദരണത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനെ അവൻ നമുക്ക് പകർന്നത്. அந்த பரிசுத்த ஆத்மாவை அவர் நமக்கு தந்ததே அந்த பரிசுத்த ஆத்மாவினால் நாம் அதை புரிந்து கொள்ள வேண்டும் என்ற வைராகியத்தில் இருந்து தான் அவர் நமக்கு தந்தார். പരിശുദ്ധാത്മാവിനെ തന്നത്, பரிசுத்த ஆவியை தந்தது അവന്റെ തീഷ്ണതയിൽ നിന്നാണ്, அவருடைய அந்த வைராகியத்தில் இருந்ததா. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചത് ദൈവത്തിന്റെ ഹോണറിന്റെ തീഷ്ണതയിൽ നിന്നാണ്. உங்களுக்கு பரிசுத்த ஆவி பெறப்பட்டது தெய்வத்தினுடைய
வைராகியத்தினால் வரக்கூடிய அந்த கணத்தில் இருந்துதான் வந்தது. നിങ്ങൾ ശ്രദ്ധിച്ചേ 18-ാം വാക്യം മുതൽ പിന്നീട് മുഴുവൻ തന്റെ ജനത്തെ ആദരിക്കുന്ന വിധമാണ് എഴുതിയിട്ടുള്ളത്. அந்த 18வது வசனத்தில் இருந்து முழுவதும் நாம் வாசிக்கும் பொழுது தெய்வத்தை ஜனங்களை நான் எப்படி கடாட்சிப்பேன் என்ற வைராகியத்தை பற்றி தான் அதில் എന്നാൽ எழுதியிருக்கிறது. 27-ാമത്തെ വാചകം മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ. 28-ാമത്തെ വാചകം മാത്രമേ നമുക്ക് അറിയാവൂ. ஆனால் 28வது வசனம் மட்டும் தான் நமக்கு தெரியும். அதை மட்டும் தான் நாம் എന്നാൽ வாசிப்போம். 18 മുതൽ 27 വരെ എല്ലാം നിങ്ങളെ ആദരിക്കുന്നതാണ് എഴുതി വച്ചിരിക്കുന്നത്. ஆனால் அந்த 18 முதல் 27 வரை எல்லாம் உங்கள் மீது அவர் வைத்திருக்கக்கூடிய அந்த வைராகியத்தை பற்றி தான் எழுதி இருக்கிறது. അതിൽ ഒരു ആദരണമാണ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. அதில் ஒரு வைராகியம் என்பதுதான் மறுசீரமைப்பு என்று சொல்லப்படுகிறது. കൈയടിച്ചു ആമേൻ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ യേശു മരിച്ചത് സകലതിനും റിസ്റ്റോർ ചെയ്യാനാണ്. சிலுவையில் இயேசு மரித்தது സകലതയും മറുസീരமைப்பதற்காகத்தான். റിസ്റ്റോർ ചെയ്യപ്പെട്ട ആളുകളുടെ മേലാണ് പരിശുദ്ധാത്മാവ് വന്നത്. ആമേൻ. அந்த மறுசீரமைக்கப்பட்ட ஆட்களின் மேல்தான் பரிசுத்த ஆவியானவர் வந்தார். യേശുവിൽ വിശ്വസിച്ച ആളുടെ മേലാണ് പരിശുദ്ധാത്മാ അഭിഷേകം വന്നത്. இயேசுவை விசுவாசித்தவர்களின் மேல்தான் பரிசுத்த ஆவி എന്ന് வந்தது. പറഞ്ഞാൽ യേശു എന്തൊക്കെ കാൽവറിയിൽ ചെയ്തു എന്ന് വിശ്വസിച്ച ആളുടെ മേലാണ് പരിശുദ്ധാത്മാ അഭിഷേകം വന്നത്. என்றால் இயேசு கல்வாரி சிலுவையில் எதையெல்லாம் செய்தார் என்று யார் விசுவாசித்தாரோ அவர்களின் மேல்தான் பரிசுத்த ஆவி வந்தது. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു. പക്ഷേ കാൽവറിയിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് അത് ഇപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. பரிசுத்த ஆவியை நாம் ஏற்றுக்கொண்டோம். ஆனால் கல்வாரி சிலுவையில் அவர் எதையெல்லாம் நமக்கு தந்தாரோ அதையெல்லாம் நாம் ஏற்றுக்கொள்ளவில்லை. ആമേൻ. ஆமென். അതിന്റെ 26-ാമത്തെ വാചകം പറയുന്നു, அதில் 26 சொல்லுகிறது, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. நீங்கள் சம்பூரணமாக சாப்பிட்டு திருப்தி அடைந்து. തൃപ്തരാകുക. நீங்கள் சம்பூரணமாக சாப்பிட்டு திருப்தி അടുത്തിരിക്കുന്നവരോട് പറ, அடையுங்கள். തൃപ്തരാകുക. திருப்தி அடையுங்கள். ഈ വർഷം നിങ്ങൾ പല മേഖലയിലും തൃപ്തി അനുഭവിക്കാനിടയാകും. பல நிலைகளிலும் நீங்கள் திருப்தியை அனுபவிப்பீர்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന വേണ്ടുവോളം തിന്ന് തൃപ്തരായി நீங்கள் சம்பூரணமாக சாப்பிட்டு திருப்தி എന്ന് அடையுங்கள். ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് you will have plenty to eat and satisfied എന്ന് പറഞ്ഞാൽ ധാരാളം തിന്നുവാനും ഉണ്ടാകും, നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകും എന്നാണ്. ആമേൻ. தாராளமாக சாப்பிடுவதற்கும் உண்டாகும், அது நீங்கள் திருப்தி அடைவதற்கும் அது உருவாகும் എന്ന് പറഞ്ഞാൽ നിങ്ങളെ തൃപ്തി അടയുക മാത്രമല്ല, സമൃദ്ധി അബണ്ടൻസും കൂടെ ദൈവം അതിന്റെ കൂടെ വെക്കുവാനിടയാകും. திருப்தி அடைவது மட்டுமில்லை, அதை நீங்கள் முழுமையாக சாப்பிடுவீர்கள் என்று എന്ന് சொல்லப்படுகிறது. പറഞ്ഞാൽ തിന്ന് ശേഷിപ്പിക്കുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. நீங்கள் சாப்பிட்டு அதை மீதம் இருக்கக்கூடிய விதத்தில் நீங்கள் அதை அனுபவிப்பீர்கள். ഞാൻ ഈ വർഷം എഴുതിയ പാട്ട് നിങ്ങൾക്കറിയോ? நான் இந்த ഈ ന്യൂ ഇയറിന് എഴുതിയ പാട്ട് അറിയോ? അദോനായി ദൈവമേ നീയൽ പുനരുത്ഥാനം, നഷ്ടമായ നാളുകൾക്ക് തീർന്നുപോയ കാലങ്ങൾക്ക്. അദോനായി ദൈവമേ മഹത്വത്തിന്റെ നാളാണിത്. ഓഹോ മഹത്വത്തിന്റെ അക്കമിനി കൊടുക്കുക. ഒന്നും കൂടെ കൈയടിച്ച് പറഞ്ഞേ, ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ആലയങ്ങൾ നിറയുന്നു, മഹത്വത്താൽ കവിയുന്നു, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. Once again. ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. യേശുവിൻ നാമം പുനഃസ്ഥാപിക്കുന്നേ. ഓ അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ. ഓ യേശുവിൻ നാമം പുനഃസ്ഥാപിക്കുന്നേ. അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. സങ്കടങ്ങൾ തീരുന്നേ, വൻകാര്യങ്ങൾ നേടുന്നേ, രാജ്യങ്ങൾ കൈവശമാക്കുന്നേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ രാജ്യങ്ങളെ കൈവശമാക്കുന്ന വിധത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. நீங்கள் தேசங்களை கைக்கொள்ளுகிற விதத்தில் ஆசீர்வதிக்கப்படுவீர்கள். ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ஹல்லேலூயா.
നിങ്ങൾ തിന്ന് തൃപ്തരായി ശേഷിക്കുന്ന വിധത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തിക്കാൻ പോകും. நீங்கள் சாப்பிட்டு திருப்தி அடைந்து அதை மீதம் இருக்கக்கூடிய விதத்தில் ദൈവം தெய்வம் உங்களை ചെയ്യുന്നത് ஆசீர்வதிக்க போகிறார். നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് ലോകം കണ്ടിട്ട് ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറയുവാനിടയാകും. தெய்வம் உங்களுக்காக செய்வதை இந்த உலகம் பார்த்து தெய்வம் உங்களுடைய இடையில் பார்க்கிறார் என்பதை இந்த உலகம் சொல்ல போகிறது. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് செய்வதை பார்த்து ഇവരുടെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയാനായി തുടങ്ങും. இவர்களோடு கூட தெய்வம் இருக்கிறார் என்று சொல்ல ഞാൻ പാർശ്വലോട് പറയട്ടെ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്, നിങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നു എന്ന്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന്, ദേശത്ത് ദൈവം ചിലത് ചെയ്യുന്നു എന്ന് നിങ്ങളെ നിമിത്തം ആളുകൾ പറയുവാനിടയാകും. നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ദൈവിക പ്രവർത്തികൾ കണ്ടിട്ട് ആളുകൾ പറയും ഇവരുടെ ഇടയിൽ ദൈവം ഉണ്ടെന്ന്. உங்களுடைய வீட்டில் நடக்கக்கூடிய தெய்வத்தினுடைய கிரியைகளை பார்த்து ஆட்கள் சொல்ல தொடங்குவார்கள், இவர்களோடு கூட தெய்வம் வசிக்கிறார் என்று. ഞാൻ 4 വർഷമായി ഒരേപോലെ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. 4 வருடமாக நான் சொல்லக்கூடிய ஒரே விஷயத்தை சொல்கிறேன். മറ്റുള്ളവരും വിശ്വാസിയും തമ്മിൽ ദൈവം ഒരു വേർതിരിവിനെ വെക്കുന്ന കാലഘട്ടമായി. ஜாதிகளுக்கும் விசுவாசிகளுக்கும் இடையில் இருக்கக்கூடிய ஒரு வேறுதிரிப்பை தெய்வம் എന്ന് காண்பிப்பார். പറഞ്ഞാൽ നിങ്ങളും ലോകവും തമ്മിൽ ദൈവം വേർതിരിച്ചു കാണിക്കും. உங்களுக்கும் இந்த உலகத்திற்கும் இடையில் வேறுபாடை தெய்வம் காண்பிப்பார். നിനക്കും ലോകക്കാർക്കുമുള്ള വ്യത്യാസം കാണുന്ന വശം, உனக்கும் இந்த உலகத்தில் இருப்பவர்களுக்கும் வித்தியாசத்தை நீங்கள் பார்க்கக்கூடிய അടുത്തിരിക്കുന്ന மனுஷன். ആളുടെ കൈ കൊടുത്തിട്ട് പറ, സാധാരണമായി ജീവിക്കരുത്. சாதாரணமாக வாழக்கூடாது. നിന്റെ പട്ടണത്തിലുള്ള ഒരാളെ പോലെ നീ ജീവിക്കരുത്. உன் பட்டணத்தில் இருக்கக்கூடிய ஒருவரை போல நீ வாழக்கூடாது. ഹല്ലേലൂയ. കാരണം ദൈവം നിന്നെയും പട്ടണത്തിലുള്ളവനെയും മാറ്റി നിർത്തിയിരിക്കുകയാണ്. தெய்வம் உன்னையும் உன் பட்டணத்தில் இருக்கிறவரையும் வேறுபடுத்தி வைத்திருக்கிறார். നിന്നെ പട്ടണത്തിലുള്ളവനെ ദൈവത്തിന്റെ സാക്ഷിയാക്കി വെച്ചിരിക്കുകയാണ്. உன்னை உன் பட்டணத்தில் இருப்பவர்களின் இடையில் உன்னை சாட்சியாக அவர் வைத்திருக்கிறார். നിന്റെ തെരുവിൽ നീ ഒരു സാക്ഷിയാണ്. உன்னுடைய தெருவில் நீ சாட்சி. ഹല്ലേലൂയ. എന്റെ ഭവനത്തിൽ ഞാനൊരു സാക്ഷിയാണ്. என்னுடைய வீட்டில் நான் ஒரு சாட்சி. എന്റെ കൂട്ടുകാർക്ക് ഞാനൊരു സാക്ഷിയാണ്. என்னுடைய நண்பர்களுக்கு நான் ஒரு சாட்சி. നീ ആയിരിക്കുന്ന ഗ്രാമത്തിൽ നീ ഒരു സാക്ഷിയാണ്. நீ இருக்கக்கூடிய கிராமத்தில் நீ ஒரு അതിനപ്പുറത്തേക്ക് சாட்சி. പോകാൻ പോകുന്നവർ നിന്റെ പട്ടണത്തിൽ നീ ഒരു സാക്ഷിയാണ്. அதற்கு மேலாக உன்னுடைய பட்டணத்தில் നിന്റെ நீ ஒரு சாட்சி. സംസ്ഥാനത്തിൽ നീ ഒരു സാക്ഷിയാണ്. உன்னுடைய சமஸ்தானத்தில் நீ ஒரு சாட்சி. നിന്റെ രാജ്യത്തിൽ നീ ഒരു സാക്ഷ്യമാണ്. உன்னுடைய தேசத்தில் நீ ஒரு சாட்சி. അനേക രാജ്യങ്ങൾക്ക് നീ ഒരു അത്ഭുതമാണ്. அநேக தேசத்திற்கு நீ ஒரு அற்புதம். I don't know your level of your faith, but I'm prophesying to you, those who have the faith to reach that level, reach it now in Jesus' name. നിങ്ങളുടെ വിശ്വാസം എനിക്ക് അറിയത്തില്ല, എവിടെ വരെ നിങ്ങൾക്ക് ഉയരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിശ്വസിക്കുന്നവരോട് പറയാം, അതിനൊരു അന്തവും ഇല്ല. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പറ്റാൻ ദൈവം നിങ്ങളെ ആക്കി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. உங்களுடைய விசுவாசத்தை பற்றி தெரியாது, ஆனால் உங்களுடைய விசுவாசத்தின்படி ஒரு முடிவும் இல்லாதவரை கடைசி வரை அவருடைய உங்களுடைய விசுவாசத்தினால் அவர் உங்களை உயர்த்தி வைக்க போகிறார். സഭ ദേശത്ത് ഉയരാൻ പോകുന്നു. இந்த சபை என்பது இந்த தேசத்தில் உயர போகிறது. നിന്നെ ദേശത്ത് ദൈവം മാനിക്കാൻ പോകുന്നു. உன்னை தேசத்தில் தெய்வம் கனம் செய்ய போகிறார். ആമേൻ. ആളുകൾ നിങ്ങളെ നോക്കി ലജ്ജ പറഞ്ഞെടുത്തെല്ലാം ഇരട്ടിയായ മാന്യത വരാൻ പോകുന്നു. ஆட்கள் உங்களை எந்த இடத்தில் எல்லாம் അനു, ഇത് നിന്നോട് കൂടെയുള്ളതാ. அவமானப்படுத்தினார்களோ அந்த இடத்தில் எல்லாம் உங்களுக்கான கனத்தை அவர் பொருந்து ഓ, செய்ய போகிறார். എവിടെയാണോ ലജ്ജ പറഞ്ഞത് അവിടെ മാന്യത വരാൻ പോകുന്നു. இந்த இடத்தில் அவமானப்படுத்தினார்களோ, ഇതെങ്ങനെ എന്ന് ആളുകൾ ചോദിക്കുന്ന വിധത്തിൽ മാന്യത ഉണ്ടാകും. இது எப்படி என்று ஆட்கள் கேட்கக்கூடிய விதத்தில் கனம். ഇതെങ്ങനെ നടന്നു എന്ന് ചോദിക്കുന്ന വിധത്തിൽ മാന്യത ഉണ്ടാകും. இது எப்படி நடந்தது என்று கேட்கக்கூடிய ഓ, விதத்தில் കൈയടിച്ച് கனம். തുള്ളിച്ചാടി നിങ്ങളുടെ കളപ്പുരകൾ പുതുക്കി പണിയാൻ പോകുന്നു. உங்களுடைய சடையின் சியங்களை அவர் புதிதாக்க போகிறார். അത് 2 ആഴ്ചക്കകത്തേ ഞാൻ പ്രസംഗിക്കത്തുള്ളൂ, അല്ലെ 3-4 ആഴ്ചക്കകത്തേ പ്രസംഗിക്കത്തുള്ളൂ. കളപ്പുരകൾ പുതുക്കി പണിയപ്പെട്ടു. உங்களுடைய களஞ்சியங்களை அவர் புதுப்பிக்க നിങ്ങൾ போகிறார். പറയും, സ്ഥലം പോരാ, അടുത്തത് വേണം. സ്ഥലം പോരാ, അടുത്തത് വേണം. സ്ഥലം പോരാ, അടുത്തത് വേണം. സ്ഥലം പോരാ, അടുത്തത് വേണം.
നിങ്ങളോട് കയ്യിലേക്ക് ദൂത് പറയുക. സ്ഥലം പോരാ എന്നൊരു ദൂത് വരുക. സ്ഥലം പോരാ, സ്ഥലം പോരാ, സ്ഥലം പോരാ, ഇത് പോരാ, ഇത് പോരാ, സ്ഥലം പോരാ, സ്ഥലം പോരാ, ഇത് പോരാ, ഇത് പോരാ, ഇത് പോരാ. യേശു ജീവിക്കുന്ന ദൈവമെന്ന് നിന്റെ വീട് മുഴുവൻ അറിയും, നിന്റെ ദേശം മുഴുവൻ അറിയും, നിന്റെ പട്ടണം മുഴുവൻ അറിയും, നിന്റെ ബന്ധുക്കൾ അറിയും. അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന് ജനമറിയും, പട്ടണമറിയും, ദേശമറിയും. അവൻ നിനക്ക് പ്രിയനാണെന്ന് ലോകമറിയും, അവൻ നിനക്ക് പ്രിയനാണെന്ന് ലോകമറിയും. I receive it, Lord. ജോൺ ഡാരു ദൈവത്തിന് പ്രിയപ്പെട്ടവനാണെന്ന് ലോകമറിയും, പട്ടണമറിയും, രാജ്യങ്ങളറിയും. ജോൺ ഡാരു ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. നിങ്ങളുടെ വായുണ്ട്, നിങ്ങളുടെ പേര് പറ. ജോൺ ഡാരു ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. പട്ടണമറിയും, രാജ്യങ്ങളറിയും. ഞങ്ങളുടെ ഫാമിലി ദൈവത്തിന് പ്രിയപ്പെട്ടതെന്ന്, ദൈവത്തിന് വ്യത്യസ്തമാണെന്ന് പട്ടണങ്ങൾ അറിയും, തെരുവുകൾ അറിയും, രാജ്യങ്ങൾ അറിയും. 2021, 2022 ഞാനൊരു പാട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെ എഴുതി. നാട്ടിൽ ഉണർവ്, വീട്ടിൽ ഉണർവ്, സർവ്വസഭയിലും ഉണർവ് എന്ന് എഴുതുന്ന സമയത്ത് ഞാൻ ആ പാട്ടിന്റെ വരികൾ എഴുതിയപ്പോൾ എന്നെ കാണിച്ചൊരു വെളിപ്പാടുണ്ട്. ചായക്കടയിൽ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നു. ഇന്ന് വാർത്തയാ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ അതിനുശേഷം ഇത്രത്തോളം ചായക്കട നാട്ടിൽ കാണാൻ തുടങ്ങി. അത് വെളിപ്പാട് കണ്ടിട്ട് നോക്കുമ്പോൾ സർവ്വതർക്കും ചായക്കടയേ ഉള്ളൂ. ഹോട്ടലുകളെക്കാൾ കൂടുതൽ ചായക്കടയാണ്. പൊരി 5 രൂപ കടിയാണ് നാട്ടിൽ മുഴുവനും. 10 രൂപ കടിയായോ 15 രൂപ കടിയായാലും ചായക്കടയാണ് മൊത്തം, ചായക്കടയാണ് മൊത്തം, ചായക്കടയാണ് മൊത്തം. എനിക്ക് തോന്നുക അവിടെ ഇരുന്ന് ആളുകൾ പറയുന്നു, കേട്ടോ അവിടെ മരിച്ചു പോയ ഒരാൾ ഉയർത്തെഴുന്നേറ്റ്, കേട്ടോ കേട്ടോ, കുരുടനായ ഒരാൾ സൗഖ്യമായി. തെരുവുകളിലെ ചായക്കടകളിൽ നീ ഒരു സംസാര വിഷയമാകും. നീ തെരുവുകൾ കൊണ്ട് നിർത്തരുതാ, തെരുവുകൾ കൊണ്ട് നിർത്തരുതാ. IT കമ്പനികൾ പോലുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ ആളുകൾ കൂടിയിരിക്കുമ്പോ അയ്യോ ഈ മനുഷ്യനെ അറിയാവോ എന്ന് ചോദിക്കുന്ന കാലം വരുന്നു. ഈ സഹോദരനെ അറിയാവോ? ഹല്ലേലൂയ. നിങ്ങൾ പലർക്കും നായകന്മാരും നായികമാരും മാറി മാറും. കോർപ്പറേറ്റ് കമ്പനികൾ നിന്നെ സല്യൂട്ട് ചെയ്യും. തെരുവുകൾ 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 നിന്നെ പാടുമ്പോ കോർപ്പറേറ്റ് കമ്പനികൾ നിന്നെ ഉയർത്തുന്നതും നീ കാണാൻ തുടങ്ങും. Oh, this is a season for lifting. ഇത് ഉയർത്തുന്ന കാലഘട്ടം, ഉയർച്ചയുടെ കാലഘട്ടം. ഞാന് പ്രസംഗിച്ചില്ല വാസ്തവത്തില്, പക്ഷെ നിങ്ങളോട് ഞാൻ പ്രവചിച്ചോണ്ടായിരിക്കുന്നത്. ആരാണോ ഞാൻ ഈ പറയുന്ന വാചകങ്ങൾ ഈ വർഷം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് ഉള്ളുകൊണ്ട് വിശ്വസിക്കുന്നത് എങ്കിൽ ഈ രാത്രി നിങ്ങൾ ക്രോസ് ചെയ്യുന്നത് നിങ്ങളുടെ ലിമിറ്റുകളെയാണ്. ഞാന് അറിയാതെയോ അറിഞ്ഞോ സംഭവിച്ചൊരു കാര്യം പറയട്ടെ. തമിഴിൽ ഇവിടെ ട്രാൻസ്ലേഷൻ വെച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് തമിഴിലെ എനിക്കൊരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചാ ഞാൻ ഇരിക്കുന്നത്. സീരിയസ്ലി ഞാൻ ആ ഉദ്ദേശത്തോടെയാ ഇങ്ങോട്ട് നീങ്ങിയേ. പക്ഷെ അത് ഞാനായിട്ട് എടുത്തിയാടി ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. തനിയെ പുറകെ വരണം, അതാണ് എന്റെ സ്വഭാവം. നിങ്ങളോട് അത് പറയേണ്ട കാര്യമല്ല. എന്നാൽ ഈ വർഷം അവസാനം, കഴിഞ്ഞ വർഷം അവസാനത്തില് അറിയാതെയാണോ അറിഞ്ഞാണോ ഒരു ദിവസം തോന്നി ഒരാളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന്. ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചാലോ എന്ന്. എനിക്ക് ദുബായിൽ ഞാൻ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്. അവിടെ വരുന്ന ഭാഷക്കാർക്ക് എൻ്റെ പ്രസംഗം പ്രശ്നമില്ല. പക്ഷെ മലയാളികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ആ പേടിക്ക് ഒരു ബ്രേക്ക് വെച്ചിട്ട് അങ്ങ് പറയാൻ തീരുമാനിച്ചു. എനിക്കിപ്പോഴും ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. നിങ്ങൾ വിശ്വസിക്കുകയില്ലയോ? ഞാൻ വായിക്കുന്നത് ഗൂഗിളിൽ പോയിട്ട് ആ വാചകത്തിന്റെ പ്രൊനൗൺസിയേഷൻ എഴുതി വെക്കും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ. എന്നിട്ടാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഈ ടാബ് നോക്കിയാൽ അറിയാം.
വായിക്കാൻ എനിക്ക് ശരിക്കും അറിയത്തില്ല, കൂട്ടി വായിക്കാൻ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷെ ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയോ ഇല്ലയോ? ന്യൂ ഇയറിന് എനിക്ക് ഇംഗ്ലീഷിൽ പ്രസംഗിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് പറ്റത്തില്ല എന്നെ കൊണ്ട്. കാരണം ഇത്രയും ആളുകളുടെ നടുവിൽ ഒരു വാക്ക് കിട്ടാതെ നിന്നു പോകുന്നൊരു പേടി വന്നു, സ്വാഭാവികമായ ഭയം. പക്ഷെ ആദ്യത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ ആ കാലഘട്ടത്തെ മറികടന്നേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണ് ന്യൂ ഇയറിന് ഞാൻ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തീരുമാനിച്ചല്ല, അറിയാതെ തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുവാ ഞാൻ രാവിലെ മലയാളത്തിലാണ് പ്രസംഗിക്കുന്നത്. എൻ്റെ ഉള്ളിലെ ഉദ്ദേശം ഇംഗ്ലീഷിലാണ് ഞാൻ പ്രസംഗിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പോകുന്നതിനോടൊപ്പം ഇംഗ്ലീഷ് ഹിന്ദിയിലേക്കും കൂടെ പോകും, ഇവിടെ മലയാളം തമിഴിലേക്കും കൂടെ പോകും. ഇംഗ്ലീഷിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറൊരു സ്ഥലത്ത് ഇംഗ്ലീഷിൽ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളെ ഇരുത്തണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. ലൈവിൽ നിങ്ങൾ കാണത്തില്ല, പക്ഷെ ലൈവിൽ യൂട്യൂബിൽ കാണും ഹിന്ദിയിൽ ട്രാൻസ്ലേഷൻ, പക്ഷെ ലൈവിൽ നമ്മുടെ ചർച്ചിൽ കാണത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുവോ, ഒരു സുപ്രഭാതത്തിൽ ദൈവം എന്തൊക്കെയോ ചെയ്തു തുടങ്ങുകയാണ്. അത് യാദർച്ഛികമാണെന്ന് നിനക്ക് തോന്നാം. That is a master plan of God. ഒന്നും യാദർച്ഛികമല്ല. നിനക്ക് സംഭവിച്ചോ ഒന്നും യാദർച്ഛികമല്ല. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. കണ്ടോണ്ടായി ദൈവമേ നീ എൻ പുനരുത്ഥാനം, നഷ്ടമായ നാളുകൾക്ക് തീർന്നുപോയ കാലങ്ങൾക്ക് ആരോണായി ദൈവമേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഞാൻ ചിലരോട് പറയട്ടെ, ഈ വരുന്ന ആഴ്ച അടുത്ത ആഴ്ച നിങ്ങൾക്ക് പലർക്കും ഒരു പുതിയ സർപ്രൈസ് ഉണ്ടാകും. പെട്ടെന്ന് ചിലത് നടന്ന് നിങ്ങളുടെ ജീവിതം മാറും. പെട്ടെന്ന് ചില ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും. പെട്ടെന്ന് ചില സംഭവിക്കും. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന കൃപയുടെ അടുത്തൊരു ഗ്രേസിലേക്കും കൂടെ ഈ വർഷം പലരും പ്രവേശിക്കുവാനിടയാകും. ഓ ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. ഒരിക്കൽ കൂടെ പറ, ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ, അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ. നിന്റെ വീട്ടിൽ അവന്റെ നാമം ഉയരുവാൻ പോകുന്നു. അവന്റെ നാമം ഉയരാൻ പോകുന്നു. അവന്റെ നാമം ഉയരാൻ പോകുന്നു. പട്ടണങ്ങളിൽ അവന്റെ നാമം നിന്നെ അവൻ ഉപയോഗിച്ച് ഉയർത്താൻ പോകുന്നു. ഓ ആത്മാവിൽ ആരാധിച്ച് കാഴ്ചപ്പാടുകൾ മാറട്ടെ, ചിന്താഗതികൾ മാറട്ടെ, കാഴ്ചപ്പാടുകൾ മാറട്ടെ. അടുത്തിരിക്കുന്ന രണ്ടുപേരെങ്കിലും കൈ കൊടുത്തിട്ട് പറഞ്ഞേ,
സങ്കടങ്ങൾ മാറുന്നേ, വൻകാര്യങ്ങൾ കാണുന്നേ, രാജ്യങ്ങൾ കൈവശമാക്കുന്നേ. 5-6 പേരോട് പറ. സങ്കടങ്ങൾ മാറുന്നേ, വൻകാര്യങ്ങൾ കാണുന്നേ, രാജ്യങ്ങൾ കൈവശമാക്കുന്നേ. എന്റെ കൈ പിടിച്ചപ്പോ വിയറ്റ്നാം എന്നൊരു ശബ്ദം കേട്ടേ. ഓ സങ്കടങ്ങൾ തീരുന്നേ, വൻകാര്യങ്ങൾ കാണുന്നേ, രാജ്യങ്ങൾ കൈവശമാക്കുന്നേ. യേശുവിൻ നാമം ദേശത്തുയരുന്നേ, അവന്റെ നാമം സകലരും അറിയുന്നേ. യേശുവിൻ നാമം ദേശത്തുയരുന്നേ, അവന്റെ നാമം സകലരും അറിയുന്നേ. ഓ യേശുവിൻ നാമം ദേശത്തുയരുന്നേ, ഓ അവന്റെ നാമം സകലരും അറിയുന്നേ. ഒരിക്കൽ കൂടെ യേശുവിൻ നാമം ദേശത്തുയരുന്നേ, ഓ അവന്റെ നാമം സകലരും അറിയുന്നേ. ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടെ. യേശുവിൻ നാമം ദേശത്തുയരുന്നേ, ഓ അവന്റെ നാമം സകലരും അറിയുന്നേ. നിന്നെ പ്രതി ദേശത്ത് അവന്റെ നാമം ഉയരുവാൻ, അവന്റെ നാമം ഉയരുവാൻ, പട്ടണങ്ങളിൽ അവന്റെ നാമം ഉയരുവാൻ. എന്നോടൊപ്പം പാടിയാട്ടെ. ആ വലിയ ജ്വാല നിങ്ങൾ അനുഭവിച്ചാട്ടെ. Daddy, thank you for your presence. Daddy, thank you for your presence. അപ്പാ നിന്റെ സാന്നിധ്യത്തിന് നന്ദി. അപ്പാ നിന്റെ സാന്നിധ്യത്തിന് നന്ദി. ആർക്കൊനോ സിനിക്കാലം ധിനിയോ ലിഥനിയോ തോ രന്ധനിന കസിലിയാന്ധലബോ രന്ധനമന കസിലിയാന്ധലബ. ഒരു സൈന്യം എഴുന്നേൽക്കുന്നു, രാജ്യത്തൊരു സൈന്യം എഴുന്നേൽക്കുന്നു, തീ കൊണ്ട് ചലിക്കുന്ന ഒരു സൈന്യം എഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ദൈവം അന്ത്യകാലത്തിനായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലതിനെ എഴുന്നേൽപ്പിക്കുന്നു. ഓ അന്ത്യകാലത്തിനായി റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിലതിനെ എഴുന്നേൽക്കുന്നു. ഒരു ദീപശിഖയുമായ ഒരു കുതിര അത് മുന്നേ പോകുന്നത് കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കൈകളടിച്ചും ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും ഇരുന്നേ. ദേശത്ത് ചിലത് സംഭവിക്കാൻ പോകുന്നു. പ്രബലമെന്ന ദേശത്ത് വിളിച്ചിരുന്നത് പലതും പേര് നഷ്ടപ്പെട്ടു പോയിട്ട് ദേശത്ത് കർത്താവിന്റെ നാമം ഉയരാൻ പോകുന്നു. അനിവാസിയുള്ളവർ അനിവാസിയിൽ ആരാധിച്ച് പ്രവചനത്തിന്റെ അടുത്തൊരു പ്രതലം സഭയ്ക്ക് തുറന്നു വരുന്നു. Rambana sokobo ribana libono sithana marato rindhana maka solo rojibana lemna noko shibana to lito ritale yeah be kasata la rakaba yeah oh മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണ്. Receive it, receive it, receive it, receive it, receive it. നിന്റെ ലൈഫിലെ ഗ്ലോറിഫുൾ ഡേയ്സ് വരുന്നു. എക്സലന്റ് ലൈഫ് വരുന്നു. ഗ്ലോറിഫുൾ ലൈഫ് വരുന്നു. എക്സലന്റ്
ലൈഫ് വരുന്നു. ഗ്ലോറി ഫിൽ ലൈഫ് വരുന്നു. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. മഹത്വത്തിന്റെ അഡോണായി ദൈവമേ, നീ എൻ പുനരുത്ഥാനം. നഷ്ടമായ നാളുകൾക്ക്, തീർന്നുപോയ കാലങ്ങൾക്ക് അഡോണായി ദൈവമേ, അഡോണായി ദൈവമേ, നീ എൻ പുനരുത്ഥാനം. നഷ്ടമായ നാളുകൾക്ക്, തീർന്നുപോയ കാലങ്ങൾക്ക് അഡോണായി ദൈവമേ. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓഹോ മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പണിയുന്നേ. ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. ഒരിക്കൽ കൂടെ, ആലയങ്ങൾ നിറയുന്നേ, മഹത്വത്താൽ കവിയുന്നേ, കളപ്പുരകൾ പുതുക്കി പണിയുന്നേ. പലരുടെയും ആലയങ്ങൾ നിറഞ്ഞു കവിയുന്നു, മഹത്വത്താൽ കവിയുന്നു. കളപ്പുരകൾ പണിയുന്നു, കളപ്പുരകൾ നിറഞ്ഞു കവിയുന്നു. അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ. യേശുവിൻ നാമം പുനഃസ്ഥാപിക്കുന്നേ. അവന്റെ നാമം പുനഃസ്ഥാപിക്കുന്നേ. Thank you, Jesus.